നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആരവങ്ങൾ അടങ്ങി നമ്മൾ വീണ്ടും ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണല്ലോ. ലീഗ് മത്സരങ്ങൾ എന്ന് ആരംഭിക്കും. നമ്മൾ ഇന്നലെ സൗദി പ്രോ ലീഗ് ഇന്ന് ആരംഭിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂറോപ്യൻ ലീഗുകൾ എന്ന് ആരംഭിക്കുമെന്നതാണ് നോക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലണ്ടിലെ FA കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 16-നാണ്. അത് സീസൺ ഓപ്പണറാണ്. ഓഗസ്റ്റ് 16-ന് രാത്രി ഇന്ത്യൻ സമയം 7:30 ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടും. പിന്നെ ലീഗ് മത്സരങ്ങൾ തൊട്ടടുത്ത വീക്കെൻഡിൽ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുകയായി. മത്സരങ്ങൾ ഫ്രൈഡേ രാത്രി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 21-ന് ഫ്രൈഡേ രാത്രിയാണ് ആദ്യ മത്സരം വരിക. അത് ആഴ്സണലിൻ്റെ മത്സരമാണ്. ആഴ്സണലിൻ്റെ മത്സരം അവർ കവൻട്രി സിറ്റിക്കെതിരെ നടക്കുന്നു. ഓഗസ്റ്റ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് 22 പുലർച്ചെ 12:30 എന്ന് പറയാം. സത്യം പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ലേറ്റ് നൈറ്റിൽ നടക്കുന്ന ഒരു മത്സരമാണ്. പിന്നെ അടുത്ത കളി അന്നത്തെ മറ്റു മത്സരങ്ങളും നോക്കുകയാണെങ്കിൽ ഹൾ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 22-ന് വൈകിട്ട് 5 മണിക്ക്, എവേർട്ടനും ക്രിസ്റ്റൽ പാലസും തമ്മിൽ ഓഗസ്റ്റ് 22-ന് 7:30 ഏറ്റുമുട്ടുന്നു. ഇസ്പിച്ച് ടൗണും സണ്ടർലൻഡും തമ്മിൽ രാത്രി 7:30 ഏറ്റുമുട്ടുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലീഡ്സ് യുണൈറ്റഡും തമ്മിൽ രാത്രി 7:30 ഏറ്റുമുട്ടുന്നു. ബ്രൻഫോർഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിൽ രാത്രി 10 മണിക്ക് ഏറ്റുമുട്ടുന്നു. ഇനി ഞായറാഴ്ചയിലേക്ക് വന്നാൽ, അതായത് ഓഗസ്റ്റ് 23-ന് വൈകിട്ട് 6:30 ബ്രൈറ്റണും ആസ്റ്റൺ വില്ലയും തമ്മിലുള്ള കളിയുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയും ബേൺമൗത്തും തമ്മിൽ അതേ സമയത്ത് കളിക്കുന്നു. ന്യൂകാസിൽ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ രാത്രി 9 മണിക്ക് ഏറ്റുമുട്ടുന്നു. തിങ്കളാഴ്ച രാത്രി 12:30 ഫുൾഹാമും ചെൽസിയും തമ്മിൽ കളിക്കുന്നതോടുകൂടി ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ലാലീഗയാണ്. ലാലീഗ എന്നാരംഭിക്കും. ഓഗസ്റ്റ് 15-നാണ് ലാലീഗ ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ഡിപ്പോർട്ടീവോ അലാവസും ഗെറ്റാഫയും തമ്മിലുള്ള മത്സരം. അതോടുകൂടി ലാലീഗ 2026-27 സീസണിന് തുടക്കമായി. ഓഗസ്റ്റ് 16-ന് പുലർച്ചെ 1 മണിക്ക് സെവിയ റയോ വയക്കാനോയുമായിട്ട് ഏറ്റുമുട്ടുന്നു. റിയൽ റേസിംഗ് ക്ലബ്ബ് വിയാറയലുമായിട്ട് ഏറ്റുമുട്ടുന്നു. RCD എസ്പാനിയോള് ലെവാൻഡയുമായിട്ട് ഏറ്റുമുട്ടുന്നത് അന്ന് രാത്രി 10:30-നാണ്. ഓഗസ്റ്റ് 16-ന് രാത്രി 10:30-നാണ്. തൊട്ട് അടുത്ത ദിവസം പുലർച്ചെ 1 മണിക്ക്, അതായത് ഓഗസ്റ്റ് 17-ന് പുലർച്ചെ 1 മണിക്കാണ് സെൽറ്റ വിഗോയും ഒസാസുനയും തമ്മിലുള്ള കളി. ഡിപ്പോർട്ടീവ ലാക്കഡൂനയും എൽച്ചയും തമ്മിലുള്ള കളിയുണ്ട്. ദെൻ മാർക്കി ഫിക്ചേഴ്സ് വരാനുണ്ട്. ഓഗസ്റ്റ് 26-ലേക്ക് വരുമ്പോൾ വലൻസിയയും റയൽ ബെറ്റീസും തമ്മിൽ. റയൽ മാഡ്രിഡിൻ്റെ ആദ്യ കളി റയൽ സോസിഡാഡുമായിട്ട് ഓഗസ്റ്റ് 27-ന് പുലർച്ചെ 12:30-നാണ്. FC ബാഴ്സലോണയും അത്ലറ്റിക് ക്ലബ്ബുമായിട്ടുള്ള മത്സരം ഓഗസ്റ്റ് 28-ന് പുലർച്ചെ 12:30-നാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് മാഡ്രിഡ് ഡെർബി എന്ന് നടക്കും, എൽ ക്ലാസിക്കോ എന്ന് നടക്കും. ഈ ചോദ്യങ്ങൾ ആരാധകർക്കുണ്ട്. മാഡ്രിഡ് ഡെർബി അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ ആദ്യ മാഡ്രിഡ് ഡെർബി നടക്കുന്നത് സെപ്റ്റംബർ 20-നായിരിക്കും. അതുപോലെ തന്നെ എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത് ഒക്ടോബർ 25-നായിരിക്കും. ഈ കാര്യം ശ്രദ്ധിക്കുക. ആദ്യ എൽ ക്ലാസിക്കോ വരുന്നത് ഒക്ടോബർ 25-നാണ്. ഒക്ടോബർ 26-ന് ബാലൺ ഡി ഓർ കൊടുക്കുകയും ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ബൂണ്ടസ് ലീഗയിലേക്ക് പോവുകയാണെങ്കിൽ ബൂണ്ടസ് ലീഗ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 29-ന് അന്ന് അത് സാറ്റർഡേ ആണ്, പക്ഷെ നമുക്കത് വെള്ളിയാഴ്ച രാത്രിയാണ് മത്സരം. അന്ന് ബയൺ മ്യൂണിക്കും VfB സ്റ്റുട്ട്ഗർട്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുകയായി. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇറ്റാലിയൻ സീരിയയാണ്. ഇറ്റാലിയൻ സീരിയയിൽ മത്സരങ്ങൾ ഓഗസ്റ്റ് 22-ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് ആരംഭിക്കുന്നു. ഇന്റർ മിലാനും AC മോൺസയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതേസമയത്ത് തന്നെ യുഡിനീസിയും കോമോയും തമ്മിൽ ഏറ്റുമുട്ടുന്നുമുണ്ട്. അടുത്ത എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് ലീഗ് 1 ആണ്. അതിൻ്റെ കാരണം അവിടെ PSG ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. PSG കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ കളി നടക്കുന്നതിന് മുമ്പ് തന്നെ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 22-ന് ഇന്ത്യൻ സമയം 12:15-ന് ഒളിമ്പിക് മാർസയും RC സ്ട്രാസ്ബർഗും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി മത്സരങ്ങൾക്ക് തുടക്കമാവുകയായി. PSG മത്സരം വരുന്നുണ്ട്. PSG-യും മാർസയും തമ്മിലുള്ള കളി വരുന്നത് പിന്നീട് നവംബർ 8-നാണ്. അതൊരു സൂപ്പർ പോരാട്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന PSG ആദ്യ മത്സരം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്
സ്റ്റേഡ് റണ്ണേഴ്സുമായിട്ടാണ്. ഓഗസ്റ്റ് 24 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.